ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ ആട്ടോ കാണിക്കുന്നത്. ഞങ്ങൾ കേരള സ്റ്റോറിൽ പോയിട്ട് ആവോലി മീൻ കൊണ്ടുവന്നിരുന്നു. ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല റേറ്റാണ് കേട്ടോ സാധനത്തിന്. എന്നാലും വേണ്ടില്ല, നമ്മളൊരു ആഗ്രഹമല്ലേ, അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാട്ടോ മീനൊക്കെ ഇങ്ങനെ നന്നാക്കി മുറിച്ച് കുഞ്ഞാക്കി മുറിച്ചെന്ന ആളാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ആവോലി മീനിൻ്റെ ഒരു തല വറ്റിച്ചിട്ടുള്ള ഒരു കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, പപ്പടം, ഉപ്പേരി, പിന്നെ മുളക് കണ്ടാട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ സാധാരണ പോലെ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ പെരിഞ്ചീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി ചതച്ചതാണ് ആദ്യം ഇട്ടിട്ടുള്ളത്. ഞാൻ തല മാറ്റി വെക്കാൻ പറഞ്ഞു, അത് മാറ്റി വെക്കട്ടെ. തല നമ്മൾ വറ്റിക്കുകയാണല്ലോ ചെയ്യുന്നത്, മസാല ഇട്ട് ഞാൻ വറ്റിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പെരിഞ്ചീരകം, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ നമ്മുടെ പാകത്തിന് ചേർക്കുക. ഇതെല്ലാവരും ചെയ്യണമായിരിക്കുമല്ലോ അല്ലേ. പിന്നെ നന്നായിട്ട് തേച്ച് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നേരം വെക്കണം കേട്ടോ. 1 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മീൻ കിട്ടിയതുകൊണ്ട് ഉറപ്പായിട്ട് നാളെ മധുരക്കിഴങ്ങായിരിക്കും. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നമ്മുടെ പൂളയൊക്കെ പോലെ മീൻകറിയുടെ കൂടെ കഴിക്കുന്ന പോലെ മധുരക്കിഴങ്ങ് നല്ല ടേസ്റ്റാണ് ഈ മീൻകറിയുടെ കൂടെ കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മീൻ സെറ്റായിട്ടുണ്ട്, നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. മീൻ സെറ്റാക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ ഉപ്പേരിക്ക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അമരയാണ് ഉപ്പേരിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല നാടൻ അമരയാണ്. നമ്മുടെ നാട്ടിലെ പോലെ മഞ്ഞപ്പൊടിയിൽ ഉപ്പ് അങ്ങനെയൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. കൊണ്ടുവന്ന് അപ്പം തന്നെ കഴുകി യൂസ് ആക്കാവുന്നതാണ്. നല്ല ഫ്രഷാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ, നാടനാണ് സാധനം. അപ്പം അതൊരു ഗുണമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളത്. പിന്നെ ചില സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ലല്ലോ നമ്മുടെ ലൈഫിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്നിട്ട് ഭർത്താവിൻ്റെയും കുട്ടികളെയും കൂടെ രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവ്, തിരിച്ചു വരുന്നു വൈകുന്നേരം തിരിച്ചു വരുന്ന ഭർത്താവ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയുള്ളൊരു ലൈഫാണ് എനിക്കിഷ്ടമുണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ദൈവം എനിക്ക് വേറൊരു രീതിയിലാണ്, നേരെ തിരിച്ച ഒരു ലൈഫാണ് തന്നത്. പക്ഷേ എല്ലാം കൊണ്ടും ഹാപ്പിയാണ് കേട്ടോ ഞാൻ. ഹസ്ബൻഡ് ഒരു പട്ടാളക്കാരനായതുകൊണ്ട് ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാനേ ഇതുവരെ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ഇതേപോലെ ഓരോ സ്ഥലത്ത് പോയി മാറി ഓരോ ക്വാർട്ടേഴ്സിൽ മാറി മാറി ഒരുമിച്ച് നിൽക്കുക എന്നല്ലാതെ നമ്മൾ വീട്ടിൽ നിന്നിട്ടുള്ളൊരു ആ സാധനം ഉണ്ടല്ലോ, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട്, അത് കെട്ടിപ്പൂട്ടി അവിടെ വെച്ചിട്ട് പോന്നിക്കണേ, അത് വേറെ വിഷയം. ഓക്കെ, അപ്പോൾ മീൻ വറക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പടം കാച്ചി കഴിഞ്ഞാൽ, ഈ പപ്പടവും ഞങ്ങൾ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇനി ആവോലിൻ്റെ തല വറ്റിച്ചെടുക്കാനായിട്ടുള്ളത്. അത് ഞാൻ എൻ്റെ ചെറിയ റെസിപ്പി പറഞ്ഞുതരാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടണേ, ഉപ്പ്, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പെരിഞ്ചീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, അത് പേസ്റ്റ് കൂടെ ഇടുക. പിന്നെ 2 പച്ചമുളകും 2-3 പച്ചമുളക്, തക്കാളി, 1 തക്കാളി ഞാൻ ഇട്ടുള്ളൂ കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിൽ ഒരു ഇഞ്ചി കഷ്ണം കൂടെ ഇടണേ. ഞാനത് പിന്നെയാണ് ഇട്ട്, ലാസ്റ്റാണ് ഇട്ട് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നാൽ മീൻ മുഴുവൻ എന്തിനാ ഈ വറുത്ത് പോരണമെന്ന് വിചാരിക്കും. സംഭവം എന്താ വെച്ചാൽ നമുക്കിവിടെ ഫ്രിഡ്ജില്ല. പിന്നെ പോരാത്തിന് 7 ഡിഗ്രി 6 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ തണുപ്പ്. അപ്പോൾ അതുകൊണ്ട് കേട് വരുമൊന്നുമില്ല വറുത്ത് വെച്ചാൽ. അപ്പോൾ 2 ദിവസത്തേക്കുള്ള വറുത്ത് വെച്ചാൽ അതാത് ദിവസത്തെ ആവശ്യത്തിനുമുള്ളത് ഉച്ചക്കലത്തേക്കുള്ള അന്നേരം ചൂടാക്കി കഴിക്കും, രാത്രിയിലത്തേക്കുള്ള അന്നേരം ചൂടാക്കി കഴിക്കും. ആ രീതിയിലാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഫുള്ള് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി ഇത് ഏകദേശം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് കുറുകി വരിക എന്നിട്ട് പറയാം, വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻ ഇടാനായിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊക്കെ തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ മീൻ ഇട്ടിട്ട് 4 തല ഇട്ടിട്ടാണ് നല്ല ടേസ്റ്റാണ്. ഈ മീൻകറിക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അടുത്ത ദിവസത്തേക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഈ തേങ്ങ അരച്ച മീൻകറി ആയാലും മസാലട്ട കറികളായാലും എന്തായാലും അടുത്ത ദിവസത്തേക്കാണ് ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മധുരക്കിഴങ്ങായിരിക്കും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവാന്ന്. അതിൻ്റെ ആവലിത്തല വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്യുന്നത്. ചെറിയ ഉള്ളി വറവിടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞത് ഇത് കണ്ട വെളിച്ചെണ്ണയാണെന്ന് തോന്നൂല, ഐസ്ക്രീം പോലെ ഉണ്ട്, തണുപ്പായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉച്ചക്കലത്തേക്ക് ഏട്ടൻ വന്നാൽ മാത്രം മതി. ഫുൾ സെറ്റാണ് കേട്ടോ, പരിപാടി ഫുൾ സെറ്റാണ്. അപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ ഉഷാറാട്ടോ, വിളമ്പാനും പരിപാടിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിൽക്കാം. അത്രയും സ്മെല്ലാണ് കേട്ടോ, ഭയങ്കര സ്മെല്ലായിരുന്നു. ശരിക്കും
നാട്ടിൽ പോയൊരു ഫീൽ തന്നെ ആയിരുന്നു. ഏട്ടൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ, വീട്ടിൽ പോയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് ചോറ് കഴിച്ച ആ ഒരു മനസ്സംതൃപ്തിന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവോലി മീൻ ഇഷ്ടമാണോ അല്ലേന്നും കൂടെ കമൻറ്റിൽ എന്നെ അറിയിക്കാം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.